Hello friends, ഞാനിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് EIA. Environmental Impact Assessment is the process of visualizing or assessing the effects of a project before taking it up. അപ്പോൾ എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റ് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിനെ തുടർന്ന് വരുന്ന ആഫ്റ്റർ എഫക്റ്റ് എന്തൊക്കെയാണെന്ന് വിഷ്വലൈസ് ചെയ്യുക അല്ലെങ്കിൽ അസസ് ചെയ്യുക. അതിന് പറയുന്ന പേരാണ് EIA. It is the process of evaluating the likely environmental impact of a proposed project or development, taking into account interrelated socio-economic, cultural, and human health impact, both beneficial and adverse. EIA systematically examines both beneficial and adverse consequences of the project and ensure that these effects taken into account during the project design. അപ്പോൾ EIA നമ്മൾ എക്സാമിൻ ചെയ്യുന്നത് ബോത്ത് ബെനിഫിഷ്യൽ ആൻഡ് അഡ്വേഴ്സ്, അതായത് നല്ല വശങ്ങളുണ്ടാവും മോശം വശങ്ങളും നമുക്ക് കണ്ടുപിടിക്കാം പ്രൊജക്റ്റിൻ്റെ. It helps to identify possible environmental effect of the proposed project, proposes measures to mitigate adverse effect and predict whether there will be significant adverse environmental effect even after the mitigation is implemented. അപ്പോൾ EIA ൻ്റെ ഹെൽപ്പ് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് വെച്ചാൽ പോസിബിളായിട്ടുള്ള എൻവിറോൺമെൻറ്റൽ ഇഫക്റ്റ്, പിന്നെ നമ്മളൊരു പ്രൊപ്പോസഡ് പ്രൊജക്റ്റിൻ്റെ മേൽ വരുന്ന എന്തൊക്കെയാണ് പ്രോബ്ലംസ് വരുവാന്നും പിന്നെ എന്തൊക്കെ ചെയ്തിട്ടാണ് നമ്മളതിന് മിറ്റിഗേഷൻ മെഷേഴ്സ് ചെയ്തിട്ടാണ് നമ്മളതിൻ്റെ എഫക്റ്റ് കുറക്കേണ്ടതെന്നും അതേപോലെ തന്നെ സിഗ്നിഫിക്കൻറ്റ് അഡ്വേഴ്സ് ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു EIA വെച്ചിട്ടാണ്. EIA can be defined as the study to predict the effect of a proposed activity or project on the environment. പ്രഡിക്റ്റ് ചെയ്യുക, എന്ത് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ പ്രൊജക്റ്റിൻ്റെയോ ഇഫക്റ്റ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നതിനാണ് എന്ത് EIA എന്ന് പറയുന്നത്. Principles of EIA. It should be carried out before taking the final decision. It should be carried out not only at the time of commencement of the development project but even during the operation of the project. അപ്പോൾ നമ്മൾ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ EIA പ്രോസസ്സ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യണം. അതുപോലെ തന്നെ കമൻസ്മെൻറ്റിൻ്റെ ടൈമിന് മാത്രമല്ല, പ്രോജക്റ്റിൻ്റെ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, EIA ചെയ്യാം. It should be carried out by a non-interest party in order to make it fair and unbiased. ഈ പ്രൊജക്റ്റ് ഏറ്റെടുക്കേണ്ടത് നോൺ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പാർട്ടി ആയിരിക്കണം, അതായത് പ്രൊജക്റ്റിനെ എതിർ നിൽക്കുന്ന ആളോ അല്ലെങ്കിൽ പ്രൊജക്റ്റ് കൊണ്ടുവന്ന ആളോ ആയിരിക്കാൻ പാടില്ല അതിൻ്റെ ക്യാരി ഔട്ട് ചെയ്യേണ്ടത്. അടുത്തത് ബോത്ത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഷുഡ് ബി അസസ്ഡ്. പോസിറ്റീവ് ഇമ്പാക്റ്റും നെഗറ്റീവ് ഇമ്പാക്റ്റും നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും. All factors such as technical, financial, economic and environmental factors should be taken into consideration in the EIA. EIA നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എല്ലാ ഫാക്ടേഴ്സും നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. Alternative ways of meeting the overall objective of the project should be reviewed. Other alternatives also should be examined. അപ്പോൾ നമുക്ക് ഒരു ഒബ്ജക്റ്റീവ്, നമുക്കൊരു പ്രോജക്റ്റ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ ഓൾട്ടർനേറ്റീവ് വേസ് ഉണ്ടാവും. ഈ ഓൾട്ടർനേറ്റീവ് വേസും നമ്മൾ റിവ്യൂ ചെയ്യും. അതുപോലെ തന്നെ അത് കൂടാണ്ടുള്ള അതർ ഓൾട്ടർനേറ്റീവ്സും നമ്മൾ എന്ത് ചെയ്യും, മനസ്സിലാക്കണം. It should make clear the relationship between short-term resources and long-term productivity. ഷോർട്ട്-ടേം റിസോഴ്സസും അതിൻ്റെ ലോങ്-ടേം പ്രൊഡക്ടിവിറ്റിയും തമ്മിലുള്ള ക്ലിയർ റിലേഷൻഷിപ്പ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. Public participation is very important in environmental decision making. Process of EIA or steps. First one, screening. First stage of EIA is which determine whether the proposed project requires an EIA and if it does then the level of assessment required. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം നമ്മൾ പ്രപ്പോസ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റിന് ഒരു EIAൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന്. ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ അസസ്മെൻറ്റ് തുടങ്ങിയാൽ മതി. സ്കോപ്പിംഗ്. This stage identify the key issues and impact that should be further investigated. Also define the boundary and time limit of the study. സെക്കൻഡ് സ്റ്റേജിൽ മെയിനായിട്ടുള്ള ഇഷ്യൂസും ഇമ്പാക്റ്റും നമ്മൾ എന്തിനെ പറ്റിയിട്ടാണോ നമ്മൾ സംസാരിക്കേണ്ടത് അതിനെ പറ്റിയിട്ടുള്ള ഇഷ്യൂസും ഇമ്പാക്റ്റും നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ എത്ര സമയത്തിനുള്ളിലായിരിക്കണം, ഏത് ബൗണ്ടറിനുള്ളിലായിരിക്കണം എന്ന് നമ്മൾ സ്റ്റഡിയിൽ നിന്ന് നമ്മൾ ആ സ്റ്റേജിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. Third one, impact analysis. This stage of EIA identifies and predicts the likely environmental and social impact of the proposed project and evaluates the significance. തേർഡ് സ്റ്റേജിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്യും, പ്രഡിക്റ്റ് ചെയ്യുകയും ചെയ്യും എന്ത് എൻവിറോൺമെൻറ്റൽ ആൻഡ് സോഷ്യൽ ഇമ്പാക്റ്റ് ഓഫ് ദി പ്രൊപ്പോസഡ് പ്രോജക്റ്റ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യും.
Fourth one, mitigation. This step in EIA recommends the actions to reduce the avoid the potential adverse environmental consequences of development activities. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടാണ് എന്തൊക്കെ മിറ്റിഗേഷൻ മെഷേഴ്സ് ആണ് എടുക്കേണ്ടത് പൊട്ടൻഷ്യൽ അഡ്വേഴ്സ് ഓഫ് ദി എൻവിറോൺമെൻറ്റൽ കോൺസിക്വൻസസ് ഓഫ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്. റിപ്പോർട്ടിംഗ്. This stage presents the result of EIA in a form of a report to the decision-making body and other interested parties. ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ EIAൻ്റെ റിസൾട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു റിപ്പോർട്ടിൻ്റെ ഫോമിൽ ഒരു റിപ്പോർട്ടിൻ്റെ ഫോമിൽ നമ്മൾ എന്ത് ചെയ്യണം, പബ്ലിഷ് ചെയ്യണം. അത് നമ്മൾ ആർക്കാണ് കൊടുക്കണമെന്ന് വെച്ചാൽ ഡെസിഷൻ മേക്കിംഗ് ബോഡിയോ അതേപോലെ തന്നെയുള്ള ഇൻട്രസ്റ്റഡ് പാർട്ടീസിനും നമ്മൾ എന്ത് ചെയ്യണം, അത് കൊടുക്കണം. Sixth one, a review of EIA. It examines the adequacy and effectiveness of the EIA report and provide the information necessary for decision making. സിക്സ്ത് വൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ EIA റിപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഓരോരോ ആൾക്കാർക്ക് നമ്മൾ കൈമാറണം. ഡിസിഷൻ മേക്കിംഗ്. ഇറ്റ് ഡിസൈഡ് വെദർ ദ പ്രൊജക്റ്റ് ഈസ് റിജക്റ്റഡ്, അപ്രൂവ്ഡ് ഓർ നീഡ് ഫർദർ ചേഞ്ച്. സെവൻത്ത് വൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രോജക്റ്റ് റിജക്റ്റ് ചെയ്യണോ അപ്രൂവ് ചെയ്യണോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നതാണ്. ലാസ്റ്റ് വൺ, പോസ്റ്റ് മോണിറ്ററിംഗ്. ദിസ് സ്റ്റേജ് കം ഇൻ ടു പ്ലേ വൺസ് ദി പ്രോജക്റ്റ് ഈസ് കമ്മീഷനഡ്. ഇറ്റ് ചെക്ക് to ensure that the impact of the project do not exceed the legal standing and implementation of the mitigation measures are in the manner as described in the EIA report. പോസ്റ്റ് മോണിറ്ററിംഗ് എന്ന് വെച്ചാൽ അത് പ്രോജക്റ്റ് കമ്മീഷണർ ചെയ്താൽ മാത്രമേ വരൂ. അത് നമ്മൾ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രോജക്റ്റ് ലീഗൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷനെ അതിൽ കടക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. Need and importance of EIA. Reduce cost and time for project implementation, prevents impacts and violation of laws and regulations, helps in project performance, avoid waste treatment or cleanup expenses, maintains biodiversity, reduces resource use, reduces conflict over natural resources usage, improves human health, ensures better environment. These are the needs and importance of EIA. Next one, limitations. It is undertaken at the project level and not at the policy and planning level. There is no criteria to decide what type and scale of project are to undergo EIA. Next, some people feel that EIA is often too technical and it does not deal with the environment in a holistic way. It is a complicated and time-consuming process. EIA reports are too academic, bureaucratic and lengthy, containing numerous tables of collected data. This makes the EIA reports difficult for a common man to understand.